Good evening, John. ലാസ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നെറ്റ് ഇഷ്യൂ കാരണം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ലായിരുന്നു. അപ്പൊ അതിന്റെ മുമ്പത്തെ ക്ലാസ്സിന്റെ ബാലൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ നമ്പർ 9, പേജ് നമ്പർ 87, ക്വസ്റ്റ്യൻ നമ്പർ 9 ആണ് നമ്മൾ എടുക്കുന്നത്. A particle is projected horizontally with a speed u from the top of a plane inclined at an angle theta with the horizontal, and how far from the point of projection will the particle strike the plane? നമുക്ക് നമ്മൾ പ്രൊജക്ടൈൽ മോഷൻ ആണ് പഠിച്ചുകൊണ്ടിരുന്നത്. ചാപ്റ്ററില് ഇച്ചിരി വലിയ ചാപ്റ്റർ ആണ് ഇത്, മോഷൻ ഇൻ എ പ്ലെയിൻ. അതിൽ പ്രൊജക്ടൈൽ മോഷൻ ആണ് നമ്മൾ ഫസ്റ്റ് പഠിച്ചുകൊണ്ടിരുന്നത്. പ്രൊജക്ടൈലിന്റെ മാക്സിമം ഹൊറിസോണ്ടൽ ഹൈറ്റ് ഒക്കെ നമ്മൾ പറഞ്ഞിരുന്നു. ഇതിന്റെ നോക്കി, പാർട്ടിക്കിൾ ഇസ് പ്രൊജക്റ്റഡ് ഹൊറിസോണ്ടലി വിത്ത് എ സ്പീഡ് u. ഓക്കെ, ഇതിന്റെ അകത്തെ ഇനിഷ്യൽ വെലോസിറ്റി എന്ന് പറയുന്നത് u ആണ്. And the acceleration എന്താ പറയുക, with the horizontal, and how far from the point of the projection will the particle strike the plane. അതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുന്നത്. ഇവിടെ മോഷൻ എക്സ് ഡയറക്ഷൻ നമുക്കറിയാം. ഇങ്ങനെയാണ് നമ്മുടെ എന്താ പ്രൊജക്ടൈൽ മോഷൻ. സോറി, ഇങ്ങനെയല്ല, ഇങ്ങനെ വളഞ്ഞു വന്നോട്ടോ, വരച്ചപ്പോ അങ്ങനെ ആയിട്ട് വരും. When particle is projected horizontally with a speed u from the top of a plane inclined at an angle theta with the horizontal, and how far from the point of projection will the particle strike the plane ആണ്. ഇതാണ് നമ്മൾ പറഞ്ഞ മാക്സിമം ഹൈറ്റ് വന്നത് അല്ലേ, പറഞ്ഞു. ഇതിൽ എക്സ് ഡയറക്ഷൻ ഇതാണ്, ആൻഡ് വൈ ഡയറക്ഷൻ ഇതാണ്. അപ്പൊ മോഷൻ ഇൻ എക്സ് ഡയറക്ഷൻ, ഇനിഷ്യൽ വെലോസിറ്റി പറഞ്ഞിരിക്കുന്നത് u ആണ്, ആൻഡ് ആക്സലറേഷൻ ഇസ് ഈക്വൽ ടു 0 പറഞ്ഞിട്ടുണ്ട്. പറയുന്നു മാക്സിമം ഡിസ്പ്ലേസ്മെന്റ് x ഇസ് ഈക്വൽ ടു ut. ഓക്കെ, then motion in y direction, initial velocity u is equal to 0, and the acceleration g is equal. ആക്സലറേഷൻ നമ്മൾ g ആയിട്ടാണ് എടുക്കുന്നത്. അപ്പൊ അതിൽ നമ്മൾ s is equal to ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ at സ്ക്വയറിന്റെ അവിടെ എന്ത് വരും, gt സ്ക്വയർ. u0 എന്ന് ut പ്ലസ് ഹാഫ് at സ്ക്വയർ. ആ ഇക്വേഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ut പ്ലസ് ഹാഫ് at സ്ക്വയർ. മനസ്സിലായോ? ആദ്യത്തേൽ നമുക്ക് എന്താ കിട്ടിയ, ut കിട്ടി. അവിടെ a 0 ആയി പോയത് കൊണ്ടാണ് ut കിട്ടിയത്, അതായത് എക്സ് ഡയറക്ഷനില്. ദെൻ സെക്കൻഡ് y ഡയറക്ഷനിൽ നമുക്ക് u ആണ് 0, സോ ഹാഫ് at സ്ക്വയർ ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇവിടെ എടുത്തിരിക്കുന്ന ആക്സലറേഷൻ g ആണ്. ഓക്കെ, eliminating t from 1 and 2. ടു ആണ് നമുക്ക് എലിമിനേറ്റ് 1 and 2 എന്നാണ് പറയുന്നത്. അതായത് നോക്കിയേ, ടി ആണ് എലിമിനേറ്റ് ചെയ്യുന്നത്. നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റത്തെ ഇക്വേഷൻ ടീനെ നമുക്ക് എങ്ങനെ എഴുതാം, ഫസ്റ്റത്തെ ഇക്വേഷൻ ടി ഈസ് ഈക്വൽ ടു എക്സ് ബൈ യു ആകും. ആ എക്സ് ബൈ യു നമ്മൾ ഈ ടിക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ഹാഫ് ഈ എക്സ് ബൈ യു ഹോൾ സ്ക്വയർ. ഓക്കെ, y is equal to x tan theta ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം,
എക്സ് ടാൻ തീറ്റയെ ഇത് രണ്ടുമായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മുടെ ടെക്സ്റ്റ് കാണിച്ചിരിക്കുന്നത് എക്സ് ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു 1g(x²). അതായത് ന്യൂമറേറ്ററിലുള്ളത് കൂട്ടിയും ഡിനോമിനേറ്ററിലുള്ളത് ഒരുമിച്ച് എഴുതിയിരിക്കുന്നതാണ് gx²/2u² എന്നത്. ഓക്കെ, gx² ഡിവൈഡ് ബൈ 2u². നമുക്ക് ഇനി എങ്ങനെ എഴുതാം? gx² ഡിവൈഡ് ബൈ 2u² മൈനസ് എക്സ് ടാൻ തീറ്റ is equal to 0. 0 ആണ് കേട്ടോ, തീറ്റ അല്ല, 0. Or x is taken outside and gx divided by 2u² minus tan theta is equal to 0. ഓക്കെ, gx, അതായത് അതിൽ നിന്നും രണ്ടിലും കോമൺ ആയിട്ടിരുന്ന എക്സ് നമ്മൾ എന്ത് ചെയ്തു? പുറത്തേക്ക് എടുത്തു, ടേക്കൺ ഔട്ട്സൈഡ്. ഇനി പറയുകയാണെങ്കിൽ എക്സ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? എക്സ് ഇസ് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നമ്മള് ഇങ്ങനെ എഴുതണം, gx ഡിവൈഡ് ബൈ 2u² മൈനസ് ടാൻ തീറ്റ. അത് നമ്മൾ എന്ത് ചെയ്യാം? gx ഡിവൈഡ് ബൈ 2u² is equal to tan theta. then x അവിടെ തന്നെ നിർത്തിയിട്ട് ഈ ന്യൂമറേറ്ററിലെ 2u², സോറി ഡിനോമിനേറ്ററിലെ 2u², ഇപ്പുറ സൈഡിൽ ന്യൂമറേറ്ററിലേക്ക് വരും, ഡിവൈഡ് ബൈ g വരും. y is equal to ഇതാണ് എക്സിന്റെ വാല്യൂ കേട്ടോ, 2u² tan theta ഡിവൈഡ് ബൈ g. ഇനി നമുക്ക് y is equal to x tan theta. y is equal to x tan theta and y is equal to x ന്റെ വാല്യൂ ഇത് നമ്മൾ ഈ x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കും. 2u² tan square theta divided by g. And then p is equal to root of x² plus y², that's equal to 2u² divided by g. ഈ tan square theta tan theta into root of 1 plus tan square theta എന്ന് നമ്മള് റീറൈറ്റ് ചെയ്യും. അപ്പൊ നമുക്ക് ബാലൻസ് കിട്ടണത് u² divided by theta tan theta sec theta. sec theta എന്ന് പറഞ്ഞാൽ 1 plus tan square theta is equal to sec theta ആണ്. നമ്മൾ മാത്തമാറ്റിക്കലൊക്കെ പഠിക്കണം, നമ്മുടെ ഓരോ cosec theta cosec +2 മാത്സ് പഠിക്കുന്നതാണ് അതൊക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് എന്ത് കിട്ടും? ഡിസ്റ്റൻസ് 2u² divided by g tan theta sec theta എന്ന് കിട്ടും. ഈ പിയില് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണതാണ് x² y². നമുക്ക് എന്താണ് കിട്ടിയത്? പി എന്ന് പറയുന്നത് റൂട്ട് ഓഫ് x². നമുക്ക് ഇവിടെ ഒരു സ്പേസ് കുറവുണ്ട്, അതാണ് ഞാൻ x² plus y². അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് ഓഫ് x², അതായത് ഏതാണ് x? 2u² tan theta divided by g plus what is y²? 2u² tan square theta divided by g. Okay. നമ്മൾ എന്ത് ചെയ്യും? 2u² divided by g tan theta, അത് രണ്ടിലും കോമൺ ആണ്, അതുകൊണ്ടാണ് 2u² divided by g tan theta taken outside. Okay, then first ഇതിനെ 1 plus
ടാൻ സ്ക്വയർ തീറ്റ ബാലൻസ് വരും. ഈ 1 പ്ലസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് എന്ത്? സീക് തീറ്റ. ഓക്കെ, നോക്കി നിങ്ങളെ. ഓക്കെ, question number 10 ആണ്. Projectile is projected from the ground at an angle theta from horizontal in vertical plane and find the expression for x. Okay, ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് maximum height, time of flight, horizontal range of the projectile. അത് മൂന്നുമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അത് മൂന്നിന്റെ പോലെ equations ഉണ്ട്. Okay, consider the projectile projected from the point theta on the ground with an initial velocity v0 at an angle theta from the horizontal direction in vertical plane, considering the point 0 as the origin and vertical direction and x and y direction. We have x0 is equal to 0 and y0 is equal to 0. Mu 0 of x is equal to mu cos theta. അതായത് x axis മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് cos theta and then y axis sin theta. അപ്പൊ v0 of y, v0 sin theta and x is equal to 0 and ay is equal to minus g. പ്രൊജക്റ്റഡ് നമ്മളിവിടെ കണ്ടുപിടിക്കാനുള്ളത് എന്തൊക്കെയാണ്? x0 ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെന്റ്, y0 x ആൻഡ് y ഡയറക്ഷനിലാണ്. x ഡയറക്ഷൻ എപ്പോഴും എന്തായിരിക്കും? Maximum height are the instant at the projectile is a maximum height. The vertical components of its velocity is 0. Putting Vy is equal to the equation Vy is equal to minus the equation of motion and that substitute in the top. Then minus dy is equal to half Vy square minus V0y whole square. Then Vy 0 and take a more. V0y is equal to gt is equal to V0y divided by G. So what is V0y? V0y is equal to V0 sin theta 0 divided by acceleration due to gravity G vary. At the maximum height, h attained by the projectile, the vertical velocity is equal to 0. Vertical velocity is 0 and at the maximum height. Vertical velocity is equal to 0. Therefore, applying v square minus u square is equal to 2as. Square minus u square is equal to 2as. Therefore, 2 displacement h ആണ്, acceleration g ആണ്. 2gh വരും. V square minus u square is equal to 2gh വരും. Therefore, h is equal to the maximum height h ന്റെ equation എങ്ങനെ വരും? V0 square sin square theta 0 divided by 2g. ഇതാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? മാക്സിമം ഹൈറ്റിന്റെ ഇക്വേഷൻ ആയിട്ട് പഠിക്കേണ്ടത്.
എങ്ങനെ വന്നേന്നുള്ളതാണ്. അത് ശരിക്കും ഈ മാക്സിമം ഹൈറ്റ് കാണാനുള്ള പ്രോബ്ലംസ് തന്നാല് വി സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ 2g. v is equal to 0 ആണെങ്കിൽ നമുക്ക് u is equal to v0 സൈൻ തീറ്റ ആണ്. ഓക്കെ, ഹൈറ്റ് ഇതാണ് ഹൈറ്റ്. അതിലും ഈ ഒരെണ്ണം 0 ആണ്, ജി ഡിനോമിനേറ്ററിലേക്ക് വരും. ഇനി വാട്ട് ഈസ് ടൈം ഓഫ് ഫ്ലൈറ്റ്? ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞാല് അതിന്റെ എത്ര സമയം എടുക്കും എന്നുള്ളത്. അത് ക്യാപിറ്റൽ ടി ടൈം ഓഫ് ഫ്ലൈറ്റ് ഇസ് ഈക്വൽ ടു 2 into t ആണ്. 2 into t that's equal to 2 into what is t? നമുക്ക് നേരത്തെ കിട്ടിയ ഇക്വേഷനിൽ നിന്നും v0 sin theta 0 divided by g. T is equal to 2t. That's equal to 2 v0 sin theta 0 divided by g. The time taken to rise to the maximum height is given by t. This is the time of flight. Time of flight is the time of flight of projectile is the time interval between the instant of its launch and the instant when it hits the ground. ഇതിൽ നിന്ന് ഇവിടെ നിന്ന് തുടങ്ങി ഇവിടെ വരെ വരുന്ന ആ ടൈം ആണ്. അതായത് the time of the flight of a projectile is അപ്പൊ ഇവിടെ നിന്ന് ഇവിടെ വരെ വരാനുള്ള ലോഞ്ച് തുടങ്ങി ഹിറ്റ് ചെയ്യുന്ന ആ ടൈം വരെയുള്ള അതാണ് എന്ത് ടൈം ഓഫ് ഫ്ലൈറ്റ്. ടൈം ഇന്റർവൽ ആണ് ടൈം ഓഫ് ഫ്ലൈറ്റ്. ആൻഡ് ദ ടൈം ടി ഈസ് ഗിവൺ ബൈ ദി ഇക്വേഷൻ 1. ഏതാണ് ഇക്വേഷൻ 1? ഏതായിരുന്നു? ടി ഈസ് ഈക്വൽ ടു ഇതാണ് ടിയുടെ ഇക്വേഷൻ. ഹാഫ് ഓഫ് ദ ബോൾ ആണ്. അതായത് equation is the time for half the flight of the ball. Therefore, the total time of the flight is given by ഇതാണ് ടൈം ഓഫ് ഫ്ലൈറ്റ് വരുന്നത്. ഇനി റേഞ്ച് കാണാനുള്ള ഇക്വേഷൻ ആണ്. വാട്ട് ഈസ് റേഞ്ച്? The range R of a projectile is calculated simply by multiplying its time of flight and horizontal velocity. Therefore, what is range? R is equal to the range. The projectile is calculated simply by multiplying its time of flight and horizontal velocity. Horizontal velocity അതായത് നമുക്കറിയാം ഇങ്ങനെ വരുമ്പോ എക്സ്ട്രാ ഇതിലുള്ളതാണ് ഹൊറിസോണ്ടൽ വെലോസിറ്റി. ആ വെലോസിറ്റിയെ ടൈം ഓഫ് ഫ്ലൈറ്റുമായിട്ട് എന്ത് ചെയ്യണം? മൾട്ടിപ്ലിക്കേഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ഓഫ് ദി ടൈം ഓഫ് ഫ്ലൈറ്റ് ആൻഡ് ദ എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ആണ് റേഞ്ച് എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം എക്സ് ഡയറക്ഷനിലുള്ള വെലോസിറ്റി ഞാൻ പറഞ്ഞു കോസ് തീറ്റ ആണ്. കോസ് തീറ്റ 0 into 2 v0 എന്താണ് വേണ്ടത്? റേഞ്ചിന്റെ R is equal to v0 cos theta 0 2v0 sin theta 0 .
എങ്ങനെയാണ് v0 cos theta ഹോൾ സ്ക്വയർ ഒരു ഹോൾ സ്ക്വയർ അല്ല cos theta into 2v0 sin theta divided by ഓക്കെ. നമുക്ക് ഇനി ഇവിടെ നിന്ന് രണ്ട് v0 ഉണ്ട് അല്ലെ, അപ്പൊ v0 സ്ക്വയർ ആയി. ദെൻ cos theta ഉണ്ട് sin theta ഉണ്ട്, അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം 2 cos theta 0 into sin theta 0. Okay, then divided by g. That is 2 sin theta cos theta നമുക്ക് mathematically എഴുതുന്ന expression ആണ് sin 2 theta. Therefore, v0 square sin 2 theta divided by g. ഇതാണ് എന്ത് 6. Okay. ഓക്കെ എന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിൽ ആരും കയറിയിട്ടില്ല, ഇത് പറ്റിയല്ലോ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 11 ആണ്. 1 സെക്കൻഡ്. Then question number 11. Let us analyze the projectile motion to determine its maximum height, time of flight, and the range. It's doing so, we will ignore effects such as wind or air resistance. We can characterize the initial velocity of projectile motion, that is vertical and horizontal components. Let us take the positive x-axis in the horizontal direction, the positive y-axis in the vertical direction. ഇത് നോക്കി നമ്മുടെ എന്താണ് പ്രൊജക്ടൈൽ മോഷന്റെ ഡയഗ്രാം ആണ് തന്നിരിക്കുന്നത്. എക്സ് ആക്സിസ് ആൻഡ് വൈ ആക്സിസ് തന്നിട്ടുണ്ട്, ഹൈറ്റ് തന്നിട്ടുണ്ട്, ആർ എവിടെയാന്ന് തന്നിട്ടുണ്ട്. മനസ്സിലായി? എല്ലാം നമുക്ക് അവിടെ ഡിനോട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ബോക്സ് തന്നിരിക്കുന്നത് എന്താണ്, അതിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്തിട്ട് അത് ഹിറ്റ് ചെയ്ത് ഏരിയ. ഇനി നമ്മൾ ഇപ്പൊ കണ്ടുപിടിച്ച മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, റേഞ്ച്, അതൊക്കെ തന്നെയാണ് ഈ ക്വസ്റ്റ്യനിലും നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, ലെറ്റ് us assume that the initial position of the projectile is at the origin or at t is equal to 0. We know that the coordinates of the origin are x is equal to 0 and y is equal to 0. Now suppose the projectile is launched with the initial velocity v0 at an angle theta 0, known as the angle of elevation, to the x-axis, and its components in the x and y directions are. അതായത് x-axis-ലേക്കുള്ളത് v0, x is equal to v0 cos theta 0, പോസിറ്റീവ് y ആക്സിസിലേക്കുള്ളത് v0, y is equal to v0 sin theta 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം, let ax and ay be the horizontal vertical components respective of the projectile acceleration ആണ്, ax ഉം ay ഉം. Therefore ax 0 ആണ്, ay horizontal ഇതിലെ acceleration 0 യും vertical components acceleration minus g ആണ്. Therefore 9.8 meter per second square. The negative sign for a y appears to the acceleration due to gravity, so it's the negative y direction in the chosen coordinate system. Okay. അത് കഴിഞ്ഞിട്ട് ay is constant. നമുക്കറിയാം acceleration എന്താണ്, constant ആണ്. And horizontal motion mu x is equal to mu ax, since ax is equal to 0 and x is equal to
ഇതിലും നോക്കാം. ന്യൂ എക്സ് എന്ന് പറയുന്നത് എ എക്സ് ആണ്. അതായത് എ എക്സ് ഇസ് ഈക്വൽ ടു ആക്സലറേഷൻ ടു എക്സിൽ ഞാൻ പറഞ്ഞു ആക്സലറേഷൻ 0 ആണ്. ദെൻ നമുക്കറിയാം വെലോസിറ്റി ഇസ് ഈക്വൽ ടു എന്താ, ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് അല്ലെ. ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം, ദാറ്റ് ഇസ് വാട്ട് ഇസ് ഡിസ്പ്ലേസ്മെന്റ് വെലോസിറ്റി ഇൻടു ടൈം വരും. അതാണ് അവിടെ എക്സ് ഇസ് ഈക്വൽ ടു വി ഇൻടു ടി, അതായത് വി എ എക്സ് ഇൻടു ടി വന്നിരിക്കുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു വി എ എക്സ് ഇൻടു ടി, വെലോസിറ്റി ഇൻടു ടൈം. ഇതാണ് വി എ എക്സ്. നമുക്കറിയാം വി എ എക്സ് ഇസ് ഈക്വൽ ടു ന്യൂ 0, ന്യൂ എക്സ് ഓർ ന്യൂ 0 കോസ് തീറ്റ 0 ഹൊറിസോണ്ടൽ കമ്പോണന്റ് ആണ് ഇൻടു ടി. നെക്സ്റ്റ് വൈ കമ്പോണന്റിലെ ന്യൂ വൈ ബൈ മൈനസ് ജി ടി. അവിടെ എന്താണ് ജി ടി? ജി ഇസ് നോട്ട് 0. Therefore ന്യൂ 0 സൈൻ തീറ്റ 0 മൈനസ് ജി ടി. Therefore y is equal to, what is new 0 y? New 0 y t minus, അതായത് യു ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ എന്നുള്ള ഇക്വേഷനിലാണ് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേക്കുന്നത്. y വി ടി മൈനസ് ഹാഫ് എ ടി സ്ക്വയർ. ഈ 0 y നമുക്ക് എന്ത് കിട്ടി? V0 by component ആയതുകൊണ്ട് sin theta 0 into t minus half g t square. Okay. The vertical position and vertical components are also related to the equation as minus g y is equal to half v y square minus v0 y whole square. Minus dy is equal to minus vertical position and the vertical components are related to the equation. Vertical position and vertical components are related to the equation as minus dy is equal to half mu y square minus mu 0 y whole square. We will note that the horizontal motion given by the equation 4. Equation 4 is equation 4. Vx is equal to Vax since x is equal to 0 and 5. Equation 5 is x is equal to Vax into t, that's equal to V0 cos theta t, and is a motion with constant velocity and the vertical motion given by the equation and is motion with the constant acceleration. The vector sum of the two respective components would give as the velocity and the position of the projectile at any instant of the time. Now let us make use of these equations to know the maximum height, time of flight and the range of the projectile. ഇത് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല, കാരണം നമ്മൾ ഇതിന് മുമ്പ് എടുത്ത അതേ ക്വസ്റ്റ്യൻ തന്നെ പാറ്റേൺ ആണ് ഈ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ചും കാണാൻ വരുന്നത്. ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനൊക്കെ ഉള്ളൂ. നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കിയാൽ മതി, പിന്നെ നമ്മളൊന്ന് റിപ്പീറ്റ് ചെയ്ത് എടുക്കേണ്ട കാര്യം ഇല്ല. ഓക്കെ. Then in question number 12, explain the trajectory of a projectile. Explain the trajectory of a projectile. Let us determine the equation for the trajectory of a projectile. It is easy to determine the equation for the
path or trajectory of a projectile, just how to eliminate t from the equation x is equal to v0 t and v0 cos theta 0 t and y is equal to v0 t minus half gt square. നമ്മൾ ഏത് ഇക്വേഷനിലാണ് ചെയ്യണത്? ഹൊറിസോണ്ടൽ പറയുമ്പോൾ ആക്സലറേഷൻ 0യും വെർട്ടിക്കൽ പറയുമ്പോൾ ആക്സലറേഷൻ ജിയും ആകും. ഹൊറിസോണ്ടൽ കമ്പോണന്റില് നമ്മുടെ ഇത് വരുന്നത് കോസ് തീറ്റ, വെർട്ടിക്കൽ കമ്പോണന്റില് സൈൻ തീറ്റയാണ് വരുന്നത്. അപ്പൊ എന്താണ് നമുക്ക് നോക്കിയേ, v0 sin theta t minus half gt square for x and y, and then substituting the value for the x is equal to v0 x. നമ്മളിപ്പോ ചെയ്തത് തന്നെയാണ്, v0 x സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, then y ക്ക് v0 y ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ചെയ്തു തരാം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്താണ്? v0 xt ആണ്. Therefore v0 cos theta 0 t. And y എന്താണ്? v0 y minus half gt square. ഈ ടേം ഇവിടെ ഇല്ലാത്തതിന്റെ കാരണം g is equal to 0 ആണ്. x ടേമിലും y ടേമും തമ്മിലുള്ള വ്യത്യാസം. ഇവിടെ പിന്നെ എന്ത് കിട്ടും? v0 എന്നുള്ളത് എന്താണ്? v0 sin theta t minus then half gt square. v0 sin theta 0 t minus half gt square. Therefore y, what is y? v0 y. What is x? നമ്മുടെ ടിക്ക് നമ്മൾ x divided by v, നമ്മുടെ ഡിസ്റ്റൻസ് ബൈ വെലോസിറ്റി എന്താ നമ്മൾ പറയുന്നത്? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആണ് വെലോസിറ്റി. വാട്ട് ഇസ് ടി? ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം ആയി. ഓക്കെ, കേട്ടോ. എക്സ് ബൈ v 0x ഹാഫ് ജി, ആ ടിക്കും അത് തന്നെ ഇട്ട് കൊടുക്കണം. കണ്ടോ? v0x is equal to v0 cos theta and v0 y is equal to v0 sin theta. Equation 1 become എന്താവും? y is equal to sin theta by cos theta is equal to tan theta. അതായത് v0 y ക്ക് നമ്മൾ എന്തിട്ട് കൊടുക്കും? v0 sin theta into x. Okay, then divided by v0 x ന് നമ്മൾ എന്തിട്ട് കൊടുക്കും? v0 cos theta. പിന്നെ ബാക്കി നമ്മുടെ ഹാഫ് g x square divided by v0 x ആണ് അവിടെ കിടക്കുന്നത്. v0 cos theta whole square. ഇനി നമുക്ക് v0 ക്യാൻസൽ ആയി. വാട്ട് ഇസ് sin theta by cos theta? That's equal to tan theta. Tan x minus half g x square divided by v0 cos theta square. Okay, then നമുക്ക് എന്ത് കിട്ടും? tan theta is equal to x. നമുക്ക് ഇത് എങ്ങനെ എഴുതാം? പ്ലസ് x square term ആണ്, പോളിനോമിയലിന്റെ ടേമിൽ bx square is equal to x square plus bx square is equal to, sorry, x plus bx square is equal to
zero എന്നുള്ള ടേമിൽ equation of the particles if their resistance is negligible, the path of any projectile launched at an angle to the horizontal is a parabola or portion of the parabola. Parabola എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ horizontal ഇതാണ് parabola. എന്താണ് equation of projectile motion എന്നുള്ളതാണ് നോക്കേണ്ടത്. എന്താണ് equation of the projectile motion? നമുക്കറിയാം നമ്മൾ ഈ പഠിച്ചത് തന്നെ എക്സ്, അതായത് ആക്സലറേഷൻ ഓഫ് എക്സ് ടോപ്പ്, ആക്സലറേഷൻ ഓഫ് എക്സ് ആക്സിസ് 0 ആണ്. ഫോർ ന്യൂ എക്സ് ഇസ് ഈക്വൽ ടു ന്യൂ 0 കോസ് തീറ്റ. അതാണ് ഫസ്റ്റ് നമ്മൾ പഠിക്കേണ്ടത്. then x is equal to x0 plus ന്യൂ 0 cos theta 0 into t. അതായത് vt. then y is equal to ഇത് y എന്ന് പറയുന്ന നമുക്ക് പറഞ്ഞ y ടേമില് നമുക്ക് ആരുണ്ട്? ആക്സിലറേഷൻ g ഉണ്ട്. then vy എന്താവും? v0 sin theta minus gt. therefore y എന്താ? y0 plus y ന്യൂ 0 sin theta t minus half gt square. Equation of the trajectory motion, y is equal to y0 plus tan theta x minus x0 minus g divided by 2 mu 0 cos theta 0 whole square x minus x0 whole square. ഇതാണ് equation of the trajectory motion. ഇനി question number 30. Question number 13 പറയുന്നത് explain the uniform circular motion. നമ്മൾ പറഞ്ഞു എന്താണ് സർക്കുലർ മോഷൻ? സർക്കുലർ പാത്തിലൂടെയുള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷൻ ആണ് സർക്കുലർ മോഷൻ. അതിനൊരു സെന്റർ ഉണ്ടാകും. എല്ലാ സ്ഥലത്തേക്കുമുള്ള അതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്? കറക്റ്റ് ഈക്വൽ ആയിരിക്കും. ദെൻ ഓരോ സ്ഥലത്തേക്കും അതിന്റെ ഡയറക്ഷൻ ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയൊക്കെയാണ് നമ്മൾ പറഞ്ഞത്. ഉള്ളിലേക്ക് ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് ഉണ്ട് സെന്ററിലേക്ക്. ആ ഫോഴ്സ് കാരണമാണ് ആ മോഷനിലൂടെ അതിനെ കറക്റ്റ് ആയിട്ട് പാത്ത് ചെയ്യാൻ, അതിന് വ്യതിചലിക്കാതെ റൗണ്ടിൽ തന്നെ അതിനെ മൂവ് ചെയ്യാൻ കഴിയുന്നതിന്റെ കാരണം എന്ന് പറയുന്നത് സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. ഇവിടെ നോക്കി എക്സ്പ്ലെയിൻ ദി യൂണിഫോം സർക്കുലർ മോഷൻ. By definition, uniform circular motion is motion with a constant speed in the vector delta r is shown in figure A. Now suppose we make the time interval delta t smaller and smaller so that it approaches 0. In particular, what is the direction of delta r? It approaches the tangent to the circle at point P1 as delta t tends to 0. Mathematically, we define the instantaneous velocity at P1 as എന്താണ്? v is equal to delta t tends to 0 delta r by delta time, that is dr by dt. That is displacement by time. അതാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. What is velocity? Displacement by time. dr is the displacement by t. Does it mean uniform circular motion the velocity changes continuously? This is because the direction of the velocity is not constant. Direction change ചെയ്യുന്നത് കൊണ്ട് തന്നെ direction circular motion direction change velocity changes continuous ആയിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. goes on changing
continuously as the particle travels around the circle. Figure B. കേട്ടോ അതിൽ കാണിച്ചിട്ടുണ്ട് ഒരു സർക്കുലർ പാത്തിലേക്ക് പോകുമ്പോൾ ഡയറക്ഷൻ മാറിക്കൊണ്ടിരിക്കും. Because of the change in the velocity, uniform circular motion is the accelerated motion. The acceleration of a particle in uniform circular motion is termed as centripetal acceleration. The acceleration of a particle in uniform circular motion is termed as centripetal acceleration. Let us learn about some details. Centripetal acceleration. Consider a particle of mass m moving with a uniform speed u in a circle. Consider a particle of mass m moving with a uniform speed u in a circle. Suppose at any instant its position is at A and its motion is directed along AX. After a small time delta t, the particle reaches B and its velocity is represented by the tangent at B directed along dy. എവിടെയാണ് കാണിക്കുന്നത്? ഡയഗ്രം സിയിലാണ്. ഡയറക്ഷൻ മാറുന്നതിനനുസരിച്ച് ബിയിലെത്തുമ്പോ ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ബിയിൽ വരുമ്പോ ഇങ്ങനെ ഡയറക്ഷൻ വരും. എയിലെത്തിയപ്പോ എങ്ങനെയാണ്? ഇങ്ങനെയാണ് അതിന്റെ ഡയറക്ഷൻ വരുന്നത്. ഓക്കെ, അപ്പോ വെലോസിറ്റി വെക്ടർ ആണ് കാണിച്ചിരിക്കുന്നത് ബി വൈ ആൻഡ് എ എക്സ്. അതിന്റെ ഇടയിൽ മേക്ക് ചെയ്യുന്ന ആംഗിൾ ഡെൽറ്റ തീറ്റ. ദെൻ ആർ ആൻഡ് ആർ ഡാഷ്. ആറും ആർ ഡാഷും അതിന്റെ റേഡിയസ് ഓഫ് ദ സർക്കിൾ ആണ്. Let R and R dash be the position vectors and u dash. U dash in the position vectors ആയിട്ട് കാണിച്ചിരിക്കുന്നതാണ് ആ ടു റേഡിയസ് ആർ ആൻഡ് ആർ ഡാഷ്. ചേഞ്ച് ചെയ്യുന്നത് കൊണ്ടാണ്, അതായത് ഒരു പൊസിഷൻ വെക്ടറിൽ നിന്ന് ചേഞ്ച് കാണിക്കാനാണ് ഡാഷ് ഇട്ടിരിക്കുന്നത്. രണ്ടാണെന്ന് അറിയാം. The velocity of the particles and A and B respectively as shown in the figure A. The change in the velocity delta nu is observed using the triangle vectors. The path of the particle is circular and the velocity is along its tangent. Nu is perpendicular to R and nu dash is perpendicular to delta R. As the average acceleration A is equal to delta nu divided by delta t is along delta nu. And the average acceleration is perpendicular to delta R. Let the angle between the position vectors R and R dash be delta theta. Then angle between the velocity vectors nu and nu dash will also be delta theta, as the velocity vectors are always perpendicular to the position vectors. To determine the change in the velocity delta due to the change in the direction, consider a point theta outside the circle. Draw a line OP parallel to equal to AX and a line OQ that is parallel to and equal to by. Okay. Delta theta make ചെയ്യുന്ന ട്രയാങ്കിൾ പോലെ കൺസിഡർ ചെയ്യാം. ആറും ആർ ഡാഷും എന്തിന് ഈക്വൽ ആണ്? ന്യൂ ആൻഡ് ന്യൂ ഡാഷ്. നമ്മൾ പറഞ്ഞു ആർ ആൻഡ് ആർ ഡാഷ് പൊസിഷൻ വെക്ടേഴ്സ് ആൻഡ് ന്യൂ ഡാഷ് എന്ന് പറഞ്ഞു. പൊസിഷൻ വെക്ടേഴ്സ് ഓഫ് ന്യൂ ആൻഡ് ന്യൂ ഡാഷ് ആണ്. അതുകൊണ്ടാണ് ആർ ആൻഡ് ആർ ഡാഷ്. ദെൻ അത് അല്ലേ നമ്മള് ഫസ്റ്റ് ഇതിലെ P1 and P2 എന്ന് തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്കാണ് എടുത്തിരിക്കുന്നത്. PQ parallel to and equal to AX ആണ്. ട്രയാങ്കിളില് ആ സർക്കിളിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് സെപ്പറേറ്റ് ആയിട്ട് വരച്ചിരിക്കുന്നതാണത്. ഓക്കെ,
as Q is equal to Q dash, OP is equal to OQ. Okay, OP is equal to OQ. Join PQ and we get a triangle OPQ. Now in triangle OPQ, sides OP and OQ represent the velocity vectors nu and nu dash at A and B respectively. Aലും Bയിലും make ചെയ്യുന്ന ആ പൊസിഷൻ വെക്ടേഴ്സിനെ നമ്മളിവിടെ nu and nu dash എടുത്തിരിക്കുന്നു. The difference is represented by the side PQ and in magnitude and direction. In other words, the change in the velocity equal to PQ, and magnitude and direction takes place as the particles moves from A to B in time delta t. നമ്മളെ രണ്ട് പിക്ചറോ കമ്പയർ ചെയ്തിട്ട് വേണം A to B in time delta t. Therefore, the acceleration is equal to the range of acceleration. Therefore, acceleration is equal to PQ divided by delta t. PQ, the velocity is PQ divided by delta t. That is delta V divided by delta t. Delta t is very small, AB is very small. Delta t, that is PQ, that is AB. That is very small. Then delta A, triangle ACB and the triangle BOQ are isolates plus triangles having their equal angles are equal. അതായത് സർക്കിളിലെ ആ ട്രയാങ്കിളിനെ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് വരച്ചിരിക്കുകയാണ് ആ ട്രയാങ്കിൾ. അത് രണ്ടും ഐസോസെലസ് ട്രയാങ്കിൾ ആണ്. ഈക്വൽ ട്രയാങ്കിൾ ആണ്. The triangles are therefore similar and hence PQ divided by AB is equal to OP divided by CA. Triangle then delta V divided by B dot delta T. AB എന്ന് പറയുന്നത് എന്താണ്? B dot delta T ആണ്. അതായത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ് എടുക്കുന്നത്. Then OP, what is OP? U divided by CA എന്താണ്? R ആണ്. Therefore, delta V divided by delta T is equal to V square by R. Therefore, delta V divided by delta T is the acceleration. The velocity by time ആണ്, that's the acceleration. Therefore, E is equal to V square by R. Since V is equal to R omega, the magnitude of the centripetal force is given by F is equal to MA. Therefore, acceleration is equal to V square by R ആണെന്നറിയാം. M ലെ അല്ല സോറി A ലെ V square by R substitute ചെയ്യാം. That's equal to M. V ക്ക് നമ്മൾ എന്ത് കൊടുക്കുക? R omega കൊടുക്കുക. Therefore, R omega square. Therefore, delta T is very small, delta theta is very small, and delta OPQ is equal to delta OQB. OPQ is equal to OQB. That's it. That is a right angle triangle. The PQ is perpendicular to OP. PQ എന്ന് പറയുന്നത് എന്താണ്? Perpendicular to OP. അതുകൊണ്ട് it's a right angle triangle. AC is parallel to എന്താണ്? AC എന്ന് പറയുന്നത് it's parallel to PQ ആണ്. AC is parallel to PQ. It shows that the centripetal force at any point acts towards the center along the radius. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ സർക്കുലർ പാത്തിലൂടെ ഒബ്ജക്ട് മൂവ് ചെയ്യുന്നതിനുള്ള കാരണം ഫോഴ്സ് ആണ്. Some minimal centripetal force has to be applied on a body to make it move on a circular path. In the absence of such force, the body will move in a straight line path. അങ്ങനെ ഒരു ഫോഴ്സ് അവിടെ അപ്ലൈ ചെയ്യുന്നില്ല അല്ലെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സ് ആണെങ്കിൽ ഒരിക്കലും ഒരു ബോഡി എന്ത് ചെയ്യുന്നില്ല? സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യുന്നില്ല എന്നർത്ഥം. അതായത് ഒരു ബോഡി സർക്കുലർ മോഷനിൽ മൂവ് ചെയ്യണമെങ്കിൽ അവിടെ എന്ത് വേണം? അതിന്റെ സെന്ററിലേക്ക് ഒരു സെൻട്രിപീറ്റൽ ഫോഴ്സ് അപ്ലൈ ചെയ്യണം. ആ സെൻട്രിപീറ്റൽ ഫോഴ്സിന്റെ ഇക്വേഷൻ ആണ് എന്ത്? ആ വസ്തുവിന്റെ മാസ്, then റേഡിയസ്, മാഗ്നിറ്റ്യൂഡ്, ഒമേഗ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റി. ഒമേഗ ഇസ് ദ ആംഗുലാർ വെലോസിറ്റി. അപ്പൊ എന്തൊക്കെ വേണം? ആ പോകുന്ന വസ്തുവിന്റെ മാസ് വേണം, R is the radius വേണം, then omega is centripetal ആംഗുലാർ വെലോസിറ്റി ഓഫ് ദ ഒബ്ജക്റ്റ്. അത് മൂന്നുമാണ് സെൻട്രിപീറ്റൽ ഫോഴ്സ് F കാണാനുള്ള ഇക്വേഷൻ. ഓക്കെ, എന്താണ് ഒരു സർക്കുലർ പാത്തിലൂടെ ഉള്ള ഒരു ഒബ്ജക്റ്റിന്റെ മോഷന് കാരണം എന്ന് ചോദിച്ചാൽ അതിന്റെ സെന്ററിലേക്ക് പോകുന്ന സെൻട്രിപീറ്റൽ ഫോഴ്സ് ആണ്. അത് മനസ്സിലാക്കി വെച്ചേക്കാം. ഇനി ഒരു ക്വസ്റ്റ്യനും കൂടി ഉള്ളൂ, നമുക്ക് ഈ ചാപ്റ്റർ ക്ലോസ് ചെയ്യാം. Explain the motion in a verticular circle
മനസ്സിലായോ? എക്സ്പ്ലെയിൻ ദ മോഷൻ ഇൻ എ വെർട്ടിക്കൽ സർക്കിൾ. വെർട്ടിക്കൽ സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള മോഷനാണ് ചോദിച്ചേക്കുന്നത്. നമ്മുടെ സർക്കിൾ കണ്ടാൽ മനസ്സിലാകും. ഇപ്പത്തെ പേജിലേക്ക് മറക്കാം. When a body moves in a horizontal circle, the direction of its linear velocity won't change, but the angular velocity remains constant. But when a body moves in a vertical circle, the angular velocity cannot remain constant on account of the acceleration due to gravity. Let a body of mass m tied to a string isolated anti-clockwise in a vertical circle of radius r about a point O. As the body rotates in the vertical circle, its speed is maximum at the lowest point P. P എവിടെയാണ് കാണുന്നത്? താഴെയാണ്. And it goes on decreasing as the body moves up to Q. Q-ൽ എത്തുമ്പോൾ minimum at the highest point Q ആണ്. Point Q-ലാണ് minimum. താഴെയുള്ള പോയിന്റിലാണ് എന്ത് maximum വരുന്നത്. And the speed goes on increasing as the body falls from Q to P. Speed പറഞ്ഞു എന്താണ്? maximum വരുന്ന P-ലും മിനിമം എന്നതാണ് Q-ല്. അപ്പൊ P-ലേക്ക് പോകുമ്പോൾ അതിന്റെ സ്പീഡ് എന്ത് വരും? ഇൻക്രീസ് ചെയ്ത് വരും. And the forces acting on the body at P are weight of the body at G and the tension T1 of the string in the direction as shown in the figure. Similarly, the forces acting on the body at Q are mg and the tension T2 in the direction shown in the figure. If V1 and V2 be the velocities of the body and P and Q respectively, we have a P. P is T1 minus mg, that's equal to mv1 square divided by r. mv1 square divided by r. Or T1 is equal to mv1 square by r plus mg. Okay. Note that at P, the force T1 minus mg is acts along PQ. പറയുമ്പോൾ ആ ഡയറക്ഷൻ ഒക്കെ നോക്കണോട്ടെ. PQ and provides the centripetal force. മനസ്സിലായി? P-യിൽ നിന്ന് O-യിലേക്കും Q-യിൽ നിന്ന് O-യിലേക്കും ആണ് ഫോഴ്സിന്റെ ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത്. കണ്ടാ? T1 T2-ന്റെ ഡയറക്ഷൻ കണ്ടില്ലേ? Note that P, the force T1 minus mg acts along P and provides the centripetal force. Similarly, at Q, T2 plus mg is equal to mv square by r, or T2 is equal to mv square by r minus mg. Body to move along the circle without any shaking of the string, T2 is greater than or equal to 0. The minimum value of the tension should be 0 at Q. The minimum value of the tension should be 0 at Q. When T2 is equal to 0, mg is equal to mv square by r. ഞാൻ പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുന്ന ഇക്വേഷനിൽ നിന്നാണ് ഇതൊക്കെ പറയണത്. അതായത് mv square by r എന്ന് പറയുന്നത് T2 is equal to mv square by r minus mg ആണ്. Therefore, T2 is greater than or equal to 0 ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? mv square by r is equal to mg എന്ന് എഴുതും. T2 0 ആണെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതി പറ്റുള്ളൂ. If the minimum velocity at the highest point of the circle is root of gr ആണെങ്കിൽ omega is the angular velocity v by r. Therefore, root of g by r. Root of g by r. Okay. റൂട്ടിന്റെ അകത്ത് വരുമ്പോൾ എന്ത് വരും? Substitute ചെയ്യണം. The minimum velocity at the lowest point of the circle should be such that the velocity at the highest point Q becomes root of gr. Using the relation v square minus u square is equal to 2s, we have v square minus v1 square is equal to minus 2g into s in a gr കൊടുക്കും, 2r കൊടുക്കും. Therefore, s is equal to r and g is negative.
v1 square is equal to vt square plus 4gr വരും. v1 square is equal to gr plus 4gr. അതായത് v2 നമുക്ക് എന്തൊക്കെ gr ആണ്. That is equal to 5gr. Therefore v1 is equal to root of 5gr വരും. Therefore omega is equal to root of 5g divided by r വരും. 5g divided by r. അതാണ് എന്ത് at the lowest point should be root of 5gr വരുമ്പോൾ omega 1 എന്ന് പറയുന്നത് root of 5g divided by r വരും. The angular velocity is also changing as the body moves in a vertical circle. അപ്പൊ നമ്മുടെ ഈ ചാപ്റ്റർ തീരും. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് അങ്ങനെ ചോദിച്ചു കണ്ടിട്ടില്ല. ടൈം ഓഫ് ഫ്ലൈറ്റും റേഞ്ച് ഒക്കെ കാണാനുള്ള പ്രോബ്ലംസ് നോക്കാം. പിന്നെ നമ്മുടെ പ്രൊജക്ടൈൽ മോഷൻ, ടാൻജൻഷ്യൽ മോഷൻസ് പറഞ്ഞിട്ടില്ല. പ്രൊജക്ടൈൽ മോഷനും സെൻട്രിഫ്യൂഗൽ ഫോഴ്സും അത് നന്നായിട്ട് പഠിക്കുക. ട്രാജക്ടറി മോഷൻ അതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. നന്നായിട്ട് വായിച്ച് നോക്കാം, എന്നിട്ട് പഠിക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു.